ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് റവ ഇഡലിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റവ ഇഡലി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 5-6 ബീൻസ് ഉണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അപ്പോൾ നമ്മൾ ചേർത്ത ബീൻസും ക്യാരറ്റും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് റവയാണ്. റവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് വറക്കാത്ത റവയാണ്, അപ്പോൾ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് തൈരോളമുണ്ട്. തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്തതിന് ശേഷം ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഒരു 1/4 കപ്പോളം വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 10-20 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഇനമാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രം വെള്ളം ഒഴിച്ചിവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കതിന് ശേഷം ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഇതിനകത്തിലേക്ക് മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാനിത് കാഷ്നട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
അതിന് ശേഷമാണ് മാവ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി പാത്രം ഇറക്കി വയ്ക്കാം. വെച്ചതിന് ശേഷം അതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതെടുത്ത് മാറ്റി തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഇളക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളിവിടെ ഇഡ്ഡലി റെഡിയാക്കിയിട്ടുണ്ട്. റവ ഇഡ്ഡലി വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.